കലാകാരന്മാരെ, പ്രിയപ്പെട്ട മറ്റ് ഇതര കലാകാരികളെ, കലാകാരന്മാർ, തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൽ സംഗീതത്തിലൂടെ കർത്താവിൻ്റെ വളരെയേറെ കൃപകളും അനുഗ്രഹങ്ങളും ഈ പ്രദേശത്തിലെ എല്ലാവർക്കും തീർത്ഥാടകർക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പ്രദാനം ചെയ്ത സമാധാനം എന്നുള്ള ഒരു സംഗീതം ഈ തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിലൂടെ എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനം കാക്ഷിക്കുന്ന എല്ലാവരും ഒരുമിച്ച് കൂടി ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാന പ്രക്രിയയുണ്ട്. അത് കുരിശുമലയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ വലിയ ഒരു കലാ സംഘം പ്രവർത്തിക്കുന്നു. പണ്ടുകാലങ്ങളിൽ നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സംഗീതമാണ് ഈ തെക്കൻ കുരിശുമലയെ വ്യത്യസ്തമാക്കുന്നത്. ഇന്ന് ഇവിടെ പുതിയ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നിലാവ് എന്നാണ് ഈ പ്രോഗ്രാം അറിയപ്പെടുന്നത്. എല്ലാ മാസത്തിലെയും അവസാനത്തെ ശനിയാഴ്ച 1 മണിക്കൂർ സംഘവേദിയിൽ ഗെത്സെമനിൽ ഒരുമിച്ച് ചേർന്ന് ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി എല്ലാവർക്കും സമാധാനം പ്രദാനം ചെയ്യുന്നതിലേക്ക് പരിശ്രമിക്കുകയാണ്. ഇൻസ്ട്രുമെന്റ്സ് അറിയാവുന്ന കലാകാരന്മാർ വന്ന് ഇൻസ്ട്രുമെന്റ്സ് വായിക്കും. ഗാനങ്ങൾ ആലപിക്കാൻ സാധിക്കുന്ന എല്ലാവരും വന്ന് ഗാനങ്ങൾ ആലപിക്കും. അങ്ങനെ തങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന കഴിവുകൾ അത് പ്രകടിപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അവർ ചെയ്യുവാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ സംരംഭം വളരെയേറെ ശ്ലാഘനീയമാണ്. തീർച്ചയായിട്ടും കർത്താവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന ഒരു കാര്യമാണ്. ധാരാളം അനുഗ്രഹങ്ങളും കൃപകളും ഇതിലെ കലാകാരന്മാർക്കും ഇത് സംബന്ധിക്കും എല്ലാവർക്കും ലഭ്യമാകും എന്നതിൽ ഒരു സംശയമില്ല എന്നതാണ്. തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൽ നിലാവ് എന്നുള്ള പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ. ചെറുതും വലുതുമായുള്ള കലാകാരികൾ അവരുടെ ജീവിതത്തിൻ്റെ നൈപുണ്യങ്ങൾ അത് പ്രകടിപ്പിക്കുവാൻ, അതൊരു കാഴ്ചയായിട്ട് സമർപ്പിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിലാവ് എന്നുള്ള ഈ പ്രോഗ്രാം ഞാനിവിടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രം കലാപരമായിട്ടും ആശയപരമായിട്ടും മതപരമായിട്ടും മതാത്മകതയുടെ ഒക്കെ ചിന്തകളൊക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുരിശ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മളെല്ലാം കർത്താവാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കുരിശ് ഒരു മതത്തിൻ്റെ ഒന്നായിട്ടല്ല, അത് ഈ ലോകത്തിൻ്റെ വലിയ ഒരു അടയാളമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ചിന്തിക്കുന്ന ജാതി, മതം, വർഗം, വർണ്ണം, രാഷ്ട്രീയം ഇവയ്ക്കെല്ലാം അതീതമായിട്ട് ഒരു മാനവ സംസ്കാരം, ഒരു ദൈവിക സംസ്കാരം ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സംസ്കാരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലേക്ക് വേണ്ടി നമ്മുടെ ഇവിടുത്തെ മീഡിയ നെറ്റ്വർക്ക് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. യൂട്യൂബിലൂടെയും അതോടൊപ്പം തന്നെ ഓൺലൈൻ ചാനലിലൂടെയും. വരുന്ന ഞായറാഴ്ച 28-ാം തീയതി 3 മണിക്ക് ഇവിടെ സംനയ വിഷൻ എന്നുള്ള നെറ്റ്വർക്ക് ചാനലിന് തുടങ്ങി കൊടുക്കുകയാണ്. കേരള വിഷൻ സെറ്റ് ടോപ്പ് ബോക്സിൽ 51-ാമത്തെ നമ്പറിൽ ടോൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംനയ വിഷൻ എന്നുള്ള പ്രോഗ്രാം കാണാൻ സാധിക്കും. 24 hours ഓടുന്ന ഒരു പ്രോഗ്രാമാണ്. രാവിലെ 5:30-ക്ക് തുടങ്ങുന്ന പ്രോഗ്രാം അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് മനുഷ്യന് ആവശ്യമായിട്ടുള്ള, അവരുടെ മനുഷ്യ സമഗ്രതയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന പഠനം, ആത്മീയത, സ്കിൽ, ഇതെല്ലാം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് വരുന്നതിലേക്ക് വേണ്ടിയുള്ള വലിയ വ്യത്യസ്തമായ ഒരു ചാനലാണ് നമ്മൾ തുടങ്ങി കുറിച്ചിരിക്കുന്നത്. അതിന് അസിസി കമ്മ്യൂണിക്കേഷനിൽ സഹായ സഹകരണങ്ങളും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തികച്ചും പരസ്യമില്ലാതെ പോകുന്ന ഒരു ചാനലാണ്. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, ജീവിത അന്തസ്സിന് വേണ്ടി, ധാർമ്മികതയ്ക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ പശ്ചാത്തലം മെച്ചപ്പെടുന്നതിലേക്ക് വേണ്ടി, ആരോഗ്യം, വിദ്യാഭ്യാസം ഇവയെല്ലാം ഉയർന്നു വരുന്നതിലേക്ക് വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ചാനലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. സന്മനസ്സുള്ള എല്ലാവർക്കും അതിൽ വന്ന് പ്രോഗ്രാംസ് അവതരിപ്പിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ആശയങ്ങളുള്ളവർക്ക് വന്ന് ആശയങ്ങൾ പ്രകടിപ്പിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു ചാനലായിട്ട് അത് മാറുകയാണ്. അതൊരു ജനകീയ ചാനലാണ്.
അത് പങ്കെടുക്കുന്നവരുടെ സ്കില്ലും കഴിവുകളുമാണ് അതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിലേക്ക് വേണ്ടി ഈ അസിസി കമ്മ്യൂണിക്കേഷനിലെ എല്ലാവരെയും ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരെയും വരുന്ന ഞായറാഴ്ച കൃത്യം 3 മണിക്ക് നടക്കുന്ന ആ ഉദ്ഘാടന അല്ലെങ്കിൽ സ്വിച്ച് ഓൺ കർമ്മത്തിൽ ഞാൻ സ്വാഗതം ചെയ്യാനും അഭിനന്ദ പിതാവാണ് അത് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഇത്രയും പേരെയും ഞാൻ ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ പള്ളികളിലോ നമ്മുടെ സ്ഥാപനത്തിൽ ഒതുങ്ങി നിർത്തുന്നുണ്ട്. പക്ഷേ ആ നന്മയുടെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ആവശ്യമാണ്. അതിന് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതിലേക്ക് വേണ്ടി സഹായിക്കുന്ന നിങ്ങളെല്ലാവരെയും നന്ദി പൂർവ്വം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.